ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും മൺഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സൺഡേ ആണ് വിഷു ഞങ്ങൾ ആഘോഷിച്ചത്. സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് മാമന്മാരെയും എല്ലാവരെയും അപ്പുറത്തെ റൂമിലൊന്നൊക്കെ വിളിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് സദ്യയൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇത് ഏട്ടനും മതിരയ്ക്കും ഒരുപോലത്തെ ഷർട്ടായിരുന്നു. രണ്ടാളെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിലൊക്കെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ബോളൊക്കെ തട്ടാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ നൈസായിട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് കറികളുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇത്ര കറികളൊന്നും ഉണ്ടാക്കില്ല. കുറച്ച് ഇതിപ്പോൾ ഒരുപാട് കറികളുണ്ട് ഇവിടെ. മസാലക്കറിയും പിന്നെ എന്താണ് മറ്റേ ബീട്രൂട്ട് പച്ചടി, കാളൻ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നെയ്യും പരിപ്പും ഇതൊന്നും അങ്ങനെ വീട്ടിലുണ്ടാക്കില്ല. വീട്ടിൽ കുറച്ചൊരു 4-5 കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ഫുൾ സദ്യ സെറ്റ് ചെയ്തത്. എല്ലാതും നല്ല രുചി ഉണ്ടായിരുന്നു. ഒന്നിനൊന്നും മെച്ചം. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമല്ല ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ എല്ലാതും നല്ല രുചിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമില്ല, ഇവർ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ വിഷുവിന് പറയിക്കുന്നത് പറയില്ല. വിഷുവിന് എങ്ങനെ ഫുഡ് പറയൂ ഗൈസ്. ബിരിയാണിയില്ലേ? നമ്മൾ സദ്യ കഴിച്ചിട്ടുള്ളതില്ലേ? നമ്മളവിടെ എപ്പോഴും സദ്യയാണ്. വിഷു ആയാലും ഓണായാലും ഒക്കെ സദ്യയാണ് മെയിൻ. പിന്നെ നിങ്ങളുടെ അവിടുത്തെ വിഷുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പടക്കമൊക്കെ പൊട്ടിക്കില്ലേ? അതൊക്കെ സെയിം അല്ലേ? ഡിഫറൻസ് ഉള്ളല്ലേ? അത് നല്ലൊരു ആശയമാണ്. ഞാനൊക്കെ അതിന് അംഗീകരിക്കും. പക്ഷെ ഇവരൊക്കെ എന്താണോ, മിസ്റ്റർ മണിക്കുട്ട അതിന് തയ്യാറല്ല. കൊല്ലത്തുനിന്നുള്ള അഭിപ്രായം. അപ്പോൾ അവർ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവർ ഓണത്തിനും വിഷുവിനൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട്. ഞാൻ ഒരു സദ്യ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് അത്ര സദ്യ ഇഷ്ടമൊന്നുമില്ല, കഴിക്കും അത്രേ ഉള്ളൂ. എനിക്ക് ബിരിയാണിയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവരവിടെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. നമ്മൾ തൃശ്ശൂർ, നമ്മളെപ്പോഴും നമ്മുടെ സൈഡ് എപ്പോഴും സദ്യയല്ലേ. ഓണത്തിനും വിഷുവിനൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ അവിടെ അങ്ങനെ. അപ്പോൾ ഞാനത് ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര കൗതുകമായി. എനിക്കത് അങ്ങനെ അറിയണ്ടായിരുന്നില്ല കണ്ണൂർ സൈഡ് അങ്ങനെയാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് ശേഷം ഞാൻ സദ്യയാക്കിയായിരുന്നു കേട്ടോ. ഞാൻ അധീരനെ ഉറക്കി കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവൻ നീക്കിയൊക്കെ ചെയ്തു. ഞാൻ സദ്യയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഇവരൊക്കെ നമ്മുടെ അപ്പുറത്തെ റൂമിലുള്ളവരാണ്. രാഹുൽ, പിന്നെ അവിനാഷ്, പ്രശാന്ത്, പിന്നെ നമ്മുടെ അബുദാബിയിൽ നിന്ന് ബിജേട്ടനും പിന്നെ ബിജേട്ടൻ്റെ ഫ്രണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ നിർബന്ധിച്ച് ചോദിച്ച് പായസം ഞങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയായിരുന്നു. മധുരം കുറച്ചുകൂടി വേണമായിരുന്നല്ലേ? വിഷുവായിട്ട് കൈനീട്ടൊക്കെ ഇട്ടിട്ട് 100 ദിർഹം ഇദ്ദേഹം അടുത്തത്. പിന്നെ ഞാനും അതിരും കൂടി ഇറങ്ങിയിട്ട് പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. നല്ല അടുത്ത് തന്നെ ഒരു മാളുണ്ടെന്ന് ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ എന്തെങ്കിലും കയറി ഷോപ്പ് ചെയ്യാം. എന്തായാലും വിഷു കൈനീട്ടൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ കയറി ഷോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ് കേട്ടോ. ഞാൻ അവനെ സ്ട്രോളറിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയത്. കാരണം അവനെ നടത്തിയിട്ട് കൊണ്ടുപോകാൻ ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ല വെച്ചാൽ ഇതാണ് സത്യം പറഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് സുഖം. പിന്നെ ഇവിടെ നമ്മൾ അറിയാലോ ഓൾറെഡി എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ സ്ട്രോളർ ആണെങ്കിൽ അത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാനും കയറ്റാനും ഒക്കെ പറ്റും. അതാണ് ഇവിടുത്തെ മറ്റൊരു വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സത്യട്ടാ. പിന്നെ ഞങ്ങൾ മാളിലെ എൻട്രൻസ് ആണ് ഇത്. ഞങ്ങൾക്ക് കുറച്ച് എത്ര പറയുക, ഒരു 10 മിനിറ്റ് ഉണ്ടാവില്ല നടക്കാൻ. സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് ഇല്ല നടക്കാൻ. അത്ര പെട്ടെന്ന് എത്തും. അത്ര അടുത്താണ് മാള്. സത്യം പറഞ്ഞാൽ അതുള്ളത് ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്കൊന്ന് പുറത്തിറങ്ങാനൊക്കെ തോന്നി ഇങ്ങോട്ടൊക്കെ പോകാമല്ലോ. പിന്നെ ഇതിവിടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കട ഉണ്ട്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഫേവറേറ്റ് കടയിൽ മാറിയിട്ടാണ്. കാരണം നല്ല രസമുള്ള ബ്രെഡുകൾ, ഇങ്ങനെ വാൾനട്ട് ബ്രെഡ്, പിന്നെ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു തരം ബ്രെഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിക്കാറുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഓപ്പോസിറ്റ് സ്റ്റുഡിയോ ഉള്ളത് കേട്ടോ.
സ്റ്റുഡിയോയിൽ കയറി 1-2 സംഭവങ്ങളൊക്കെ നോക്കി. പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തോ അത്ര അങ്ങോട്ട് സെറ്റായില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം എനിക്കൊരു ചെരുപ്പ് വാങ്ങിയിട്ടാണ്. അതവൻ പുറത്തെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിയ ചെരുപ്പ്. എനിക്കത് ആ കടയിൽ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും വാങ്ങണം. കാരണം എൻ്റെ ഉള്ള ചെരുപ്പൊക്കെ ഇതായിരുന്നു. പിന്നെ ഞാനൊരു ചെരുപ്പ് പേഴ്സണാണോ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഞാനിപ്പോൾ ഇതുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ വേറെയും ചെരുപ്പുകൾ വാങ്ങും. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ പൈസ കമ്പയറിങ്ങും കുറച്ച് കൂടിയിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ ചിലപ്പോൾ ഈ പൈസയ്ക്കൊക്കെ വാങ്ങും. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിങ്ങനെ വെറുതെ കമ്പയർ ചെയ്യണ പോലെയൊക്കെ തോന്നാം. പിന്നെ അതിലേക്കും ഇതാ കാണുന്നൊരു ചെരുപ്പ് വാങ്ങി. അത് കഴിഞ്ഞ് ഇത് തിരിച്ച് പോരുകയാണ് കേട്ടോ. തിരിച്ച് പോരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഒരു നേപ്പാളിക്കട ഉണ്ട്. ഞാനിപ്പോഴും ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടെ കയറണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫ്രൈഡ് മോമോസ്, ചിക്കൻ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു ലബാൻ വാങ്ങി കൊടുത്തതാണ്. അതാവും മേത്താകെ കളഞ്ഞിട്ടുണ്ട്. റൂമിലെത്തുമ്പോഴേക്കും മറ്റേ പെയിൻറ്റ് തലയിൽ കൂടെ പോയ ആൾക്കാരെ പോലെ കയറുന്നു. മേത്തും ഒക്കെ ഈ സംഭവമായിരുന്നു കേട്ടോ. കുടിക്കുന്നുണ്ടാവാം, പക്ഷേ അവന് മോര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുണ്ട്, അതവൻ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു അവിടെ ബോർഡൊക്കെ നോക്കി നിന്നപ്പോൾ ഒരു ദിവസം നേപ്പാളി താലി ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ലേഡി ഇങ്ങനെ നേപ്പാളി താലി ഇങ്ങനെ കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു തവണ ട്രൈ ചെയ്യാമെന്ന്. മൊമോസ് അല്ലായിരുന്നു കേട്ടോ സ്പൈസി, അതിൻ്റെ സോസായിരുന്നു ഭയങ്കര സ്പൈസി. പിന്നെ അത്രയ്ക്കുള്ള ഈ വീഡിയോയിൽ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ. അതിര ബൈ പറഞ്ഞേ, ബൈ പറയേ. അവ ഒന്നും മിണ്ടുന്നില്ല. അവ അതിൽ കുറേ അലമ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം.